എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ സെറിലാക്കിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ പൗഡറായിട്ടാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ സെറിലാക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സെറിലാക്ക് മോഡലിൽ ഒരു പൗഡർ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അരി വേണം. അപ്പം ഞാനിവിടെ സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ബ്രൗൺ റൈസ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ തവിടിൻ്റെ അംശം കുറച്ചുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ മട്ട അരി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി അരിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ പരിപ്പുണ്ടല്ലോ പായസമൊക്കെ വയ്ക്കുന്നത്, അതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അരി നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നല്ല വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് നന്നായി നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. പച്ചവെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാം നമുക്കിപ്പോൾ. അതുവരെ കഴുകിയെടുക്കണം. അതിനുശേഷം അരിയുടെ വെള്ളം പോകാനായിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പോൾ ഒരു 20 മിനിറ്റോളം വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ആ തുണി വലിച്ചെടുത്തോളും. അപ്പോൾ അരി ഒന്ന് ഡ്രൈ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഡ്രൈ ആയ ശേഷം ഇത് വറുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ അരി ചെയ്തതുപോലെ തന്നെ പരിപ്പും കഴുകിയെടുക്കാം. അപ്പോൾ ചെറുപയർ പരിപ്പൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം കൂടും. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ചെറുപയർ പരിപ്പ്. അപ്പോൾ ഞാനിവിടെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായി കഴുകിയെടുത്തിട്ട് ഇതും വെള്ളം പോകാൻ വേണ്ടി വെക്കണം. അപ്പോൾ വെള്ളം പോയ ശേഷം നമ്മൾ ആദ്യം അരി ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒരു തുണിയിലേക്ക് ഈ പരിപ്പൊക്കെ ഇട്ട് അതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിലുണ്ടാവുമല്ലോ വെള്ളം പോയാലും. അപ്പോൾ അതൊക്കെ ആ തുണി വലിച്ചെടുത്തോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബദാം വേണം. അപ്പം ഞാനിവിടെ ഒരു 10 ബദാം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമിൻ്റെ അളവ് കൂട്ടാട്ടോ. അപ്പം നമ്മളിതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. ബദാമിൻ്റെ തൊലിയോടുകൂടി കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബദാമിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ നേരം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് നന്നായിട്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല തുടക്കത്തിൽ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ ഏതാണ്ട് റെഡിയായി വരുന്നുണ്ട്. ഇത് അത്യാവശ്യം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ ഇതിൻ്റെ കളറൊക്കെ മാറി കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആവും. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇങ്ങനെ അരി ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കുന്ന ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തണുക്കാൻ വേണ്ടി വെക്കുക. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നമ്മൾ നേരത്തെ ഉണങ്ങാൻ വേണ്ടി വെച്ചിരുന്ന പരിപ്പും ഇട്ട് കൊടുക്കണം. പരിപ്പും അരിയും കൂടി ഒരുമിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ അതത്ര ശരിയായി വരില്ല. രണ്ടിൻ്റെയും വറന്ന് വരുന്ന ആ ഒരു പാകം വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപ്പും അരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വറുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബദാമും വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ പരിപ്പിൻ്റെ കൂടെ ചേർക്കാം. പക്ഷെ ഞാനെപ്പോഴും അങ്ങനെ ഒരുമിച്ച് ഇടാറില്ല. രണ്ടായിട്ട് വറുത്തെടുക്കാറാണ് പതിവ്. അപ്പോൾ പരിപ്പ് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കണം. പരിപ്പിന് നല്ലൊരു സ്മെല്ല് വരും വറുത്ത് ശരിയായി വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മൾ അരിയിട്ട് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബദാം വറുത്തെടുക്കണം. അപ്പോൾ ബദാമും നമ്മൾ നേരത്തെ പരിപ്പ് വറുത്ത പോലെ തന്നെ ആ പാത്രത്തിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ബദാം വറുത്ത ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് വെക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചൂട് നന്നായി ആറി കിട്ടും. അതിന് ശേഷം വേണം നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട്.
അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പും അരിയും എല്ലാം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ആറി തണുത്ത് പോകരുത്, ഒരു ചെറു ചൂട് വേണം. ചെറു ചൂടോടുകൂടി പൊടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പൊടിക്കാൻ പറ്റും. അപ്പോൾ മിക്സിയുടെ നമ്മൾ അരിയും പൊടികളൊക്കെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ, ആ ജാറിൽ ഇട്ട് വേണം പൊടിക്കാനായിട്ട്. സാധാരണ ചട്നി ജാറിലൊക്കെ ഇട്ട് പൊടിക്കുകയാണെങ്കിൽ അത് അത്ര കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ അരിയൊക്കെ നന്നായി വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പം അരിച്ച ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അരിച്ചുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ട്, പൊടിയാതെ കിടക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരുപാട് പൊടിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ആ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പം നമ്മുടെ പൊടിയൊക്കെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കട്ടകൾ എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടാൽ ഇത് ഫുള്ളായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പം ഞാനത് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഇട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പൊടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും 2-3 തവണ അരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അരച്ച ശേഷം അതിൽ കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച ശേഷം നമ്മൾ പൊടിച്ചു വെച്ച പൊടിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഇതെടുക്കുക. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം നല്ല ചൂടുവെള്ളമായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തിളച്ച വെള്ളമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിൽ പ്രത്യേകിച്ച് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പനം കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും സാധാരണ നമ്മുടെ പഞ്ചസാര കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിൽ ചെറിയ ചെറിയ കട്ടകൾ പോലെ ഫോമൊക്കെ ചെയ്ത് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. കട്ടകളൊന്നും ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൗഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഞാലിപ്പൂവൻ പഴം എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ പഴവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ആപ്പിളൊക്കെ ചെറുതായിട്ട്, തീരെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ആപ്പിളൊക്കെ ഒന്ന് ആവിയിൽ പുഴുങ്ങിയിട്ട് അതൊന്ന് ഉടച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കുറുക്കിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് മിക്സ് പൗഡർ നമുക്കൊരു 10 ദിവസം വരെ പുറത്ത് സാധാരണ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതെപ്പോഴും എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ അടച്ച് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചില്ലിൻ്റെ ബോട്ടിലാണെങ്കിൽ നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.